നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. 2026 നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പൂയം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങൾ വിവരിക്കുന്നു. ജന്മനക്ഷത്രങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ നക്ഷത്രം എന്ന് അറിയപ്പെടുന്ന പൂയം നക്ഷത്രം കർക്കിടക രാശിയിലായി കാണപ്പെടുന്നു. ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും യോജിച്ചതാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രസന്നമായ മുഖത്തോടു കൂടിയവരും ധാർമ്മിക കാര്യങ്ങളിലും ശാസ്ത്രകാര്യങ്ങളിലും താൽപ്പര്യം ഏറിയവരും പൊതുവിജ്ഞാനമുള്ളവരുമായിരിക്കും. പൂയനാളുകാർ സ്വഗൃഹത്തോട് പ്രത്യേക മമതയുള്ളവരും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും സ്വന്തം ഗൃഹം വിട്ടുനിൽക്കാൻ ഇഷ്ടമില്ലാത്തവരുമാണ്. നല്ല സംഭാഷണ ചാതുര്യമുള്ള പൂയനാളുകാർ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനമായി യത്നിക്കുന്നവരുമാണ്. ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. സ്നേഹിതർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള ഇവർ പരാജയങ്ങളെ വകവെക്കാത്തവരുമാണ്. ഇനി 2026 വർഷത്തെ പൂയം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണദോഷ സമ്മിശ്രമാണ് പൂയനാളുകാർക്ക് 2026. കർമ്മമേഖലയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു വർഷം കൂടിയാണിത്. നിലവിലെ ജോലിയിൽ അതൃപ്തി തോന്നുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർ തങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. പല കാരണങ്ങളാലും ജോലി നഷ്ടപ്പെടാനിടയുണ്ട്. ബിസിനസ് മേഖലയിൽ അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ബിസിനസ്സുകാർ വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്തു നിന്നുമുള്ള സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതാണ്. തുടങ്ങിവെച്ച ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഈ വർഷം സാധിക്കും. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം തുടങ്ങി വെക്കുന്നതിനും സാധിക്കുന്നതാണ്. വാദസംബന്ധമായ രോഗങ്ങൾ വർദ്ധിച്ചു വരും. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിലേക്കായി അധിക ചെലവുകൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ഞെരുക്കങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായേക്കാം. ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കേണ്ട വർഷം കൂടിയാണിത്. പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നതാണ്. വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നവർക്ക് ഇത് അത്ര നല്ല സമയമല്ല. തൊഴിൽ സ്ഥിരത ഉണ്ടായിരിക്കുന്നതല്ല. വേണ്ടത്ര ആസൂത്രണം ചെയ്യാതെ കച്ചവടം ചെയ്യുന്നവർക്ക് ധനനഷ്ടം ഇടയുള്ളതിനാൽ ലോണുകളും മറ്റും എടുത്ത് ബിസിനസ് ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ വർഷം സാധിക്കുന്നതാണ്. എങ്കിലും ദീർഘകാലമായി വേർപിരിയാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരം സാധ്യമാകും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ നീങ്ങി വിൽപ്പന സാധ്യമാകുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് കാലതാമസം നേരിടും. എന്നാൽ ചിട്ടി, ലോൺ മുതലായവയൊക്കെ പാസ്സായി കിട്ടുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ വസ്തുവകകൾ തിരികെ ലഭിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിലും മറ്റും ഏർപ്പെടുന്നവർക്ക് നഷ്ടസാധ്യതയുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ചികിത്സ ആവശ്യമായി വന്നേക്കാം. സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളും ഹോർമോൺ പ്രശ്നങ്ങളും ഉണ്ടാകാനിടയുണ്ട്. വർഷാരംഭത്തിൽ വിദേശയാത്രയും വാഹനലബ്ധിയും സാധ്യമാകും. യാത്രകളിലൂടെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പലപ്പോഴും മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരികയും ബന്ധുക്കളുമായും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട മറ്റുള്ളവരുമായുമൊക്കെ കലഹങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ ആകുലതകൾ വർദ്ധിക്കുന്ന സമയമാണ് വർഷാരംഭം.
സാഹസിക പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്നതിനാൽ അത്തരം കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. ബാങ്ക് സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ വേണ്ടത്ര ശ്രദ്ധയില്ലായ്മ മൂലം ധനം നഷ്ടമാകാനിടയുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. പുതിയ വീട് സ്വന്തമാക്കുന്നതിനും ആഭരണ വസ്ത്ര ലഭ്യത ഉണ്ടായിരിക്കുന്നതുമാണ്. കമിതാക്കൾ തമ്മിൽ അകൽച്ചയിലാകുന്ന സന്ദർഭമുണ്ടായേക്കാം. അലർജി, ത്വക്ക് രോഗങ്ങളൊക്കെ വർദ്ധിച്ചേക്കാം. മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പിലുമൊക്കെ വിജയം പ്രതീക്ഷിക്കാം. അവിചാരിതമായി ധനം കൈവശം വന്നു ചേരുന്നതാണ്. ആധുനിക ചികിത്സയിലൂടെ ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. വർഷാവസാനത്തോടെ കർഷകർക്കും മറ്റ് വ്യവസായങ്ങൾ ചെയ്യുന്നവർക്കും ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉചിതമല്ലാത്ത സംസാരത്തിലൂടെയൊക്കെ മറ്റുള്ളവരുടെ ശത്രുത നേടിയെടുക്കുന്നതിന് ഉള്ള സാഹചര്യമുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ മാറ്റമുണ്ടാകുന്നതാണ്. കുറേ കൂടി മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലിയിൽ പ്രവേശിക്കാൻ ഇവർക്ക് സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. കൂടാതെ വിദേശ യാത്രകൾ സാധ്യമാവുകയും ചെയ്യുന്നതാണ്. ദോഷപരിഹാരങ്ങൾക്കൊക്കെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരുന്നതാണ്. പരീക്ഷകളിലും മറ്റും വിജയം പ്രതീക്ഷിക്കാം. വാഹനാപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ്. ഈ വർഷം അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും പൂയനാളുകാർ തേടി വരുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകുമെങ്കിലും പലപ്പോഴും അപകീർത്തികരമായ അനുഭവങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പൂയ നക്ഷത്രത്തിന് പൊരുത്തമുള്ളതായി പറയുന്ന നാളുകൾ അശ്വതി, തിരുവാതിര, പുണർന്നം, ആയില്യം, തിരുവോണം, രേവതി എന്നിവയാണ്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം, രോഹിണി, കാർത്തിക എന്നിവയും. ഇവരുടെ അനുകൂല ദിവസങ്ങൾ ശനി, തിങ്കൾ എന്നിവയുമാണ്. ഭാഗ്യന്തരങ്ങൾ കടും നീലയും പച്ചയും മഞ്ഞയുമാണ്. കേതു, സൂര്യൻ, ചൊവ്വ എന്നിവരുടെ ദശാകാലങ്ങൾ ആണ് ഇവർക്ക് ദോഷകരമായി പറയുന്നത്. ഇവർ ഹനുമാനെയും ശ്രീ മഹാദേവനെയും ശ്രീകൃഷ്ണനെയും ഭജിക്കുന്നത് ജീവിത വിജയത്തിന് നല്ലതാണ്. രാശിപ്രകാരം പനി, നീർദോഷം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, ആസ്മ, അപസ്മാരം, രക്തദൂഷ്യം, ഗർഭാശയ രോഗങ്ങൾ, വായുകോപം എന്നിവയൊക്കെ ഇവരിൽ സാമാന്യമായി കണ്ടുവരുന്നു. പൂയനാളുകാരുടെ ബാല്യകാലം പൊതുവെ ക്ലേശകരമായിരിക്കും. പലവിധത്തിലുമുള്ള അസുഖങ്ങളും അപകടങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. മധ്യകാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഏകദേശം 56 വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അടുത്ത നാളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.